ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത കല്യാണി. പ്രധാന വാർത്തകൾ. 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിനഗറിൽ നിർവഹിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് യുകെ പ്രതിരോധ മന്ത്രി ഗ്രാന്റ് ഷാപ്സുമായി ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യുകെ പ്രതിരോധ സഹകരണം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കേന്ദ്ര പദ്ധതികൾ ലഭ്യമാക്കുന്നതിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദലാജെ. തിരുവനന്തപുരത്ത് നടന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി കണ്ണൂരിൽ പിടിയിൽ. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ മത്സരത്തിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിൽ കടന്നു. വാർത്തകൾ വിശദമായി. 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിനഗറിൽ നിർവഹിച്ചു. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, മൊസാംബിക് പ്രസിഡന്റ് ഫിലിപ്പ് നിയൂസി, തിമോർ ലെസ്തെ പ്രസിഡന്റ് ജോസ് റാമോസ് ഹോർട്ട, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോളതലത്തിൽ പ്രമുഖരായ സ്ഥാപന മേധാവികളുമായും വ്യവസായ പ്രമുഖരുമായും പ്രധാനമന്ത്രി തുടർന്ന് സംവദിക്കും. 34 രാജ്യങ്ങളും 16 പങ്കാളിത്ത സ്ഥാപനങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ഇ മൊബിലിറ്റി, ബഹിരാകാശ നിർമ്മാണ രംഗം എന്നിവ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടിയിൽ ഇക്കുറി ചർച്ചകൾ നടക്കുന്നത്. ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ വ്യാപാരമേള പ്രധാനമന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വിദേശ പര്യടനം തുടരുന്ന രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് യുകെ പ്രതിരോധ മന്ത്രി ഗ്രാന്റ് ഷാപ്സുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണം, സുരക്ഷ, പ്രതിരോധ വ്യവസായ സഹകരണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായി രാജ്യരക്ഷാ മന്ത്രി അറിയിച്ചു. യുകെയും ഇന്ത്യയും സ്വാഭാവിക പങ്കാളികളാണെന്ന് യുകെ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഉഭയകക്ഷി യോഗത്തിനു ശേഷം ഇന്ത്യയും യുകെയും തമ്മിൽ 2 കരാറുകളിലും പ്രതിരോധ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ശ്രീ രാജ്നാഥ് സിംഗ് യുകെയിലെത്തിയത്. ലണ്ടനിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. യുകെ പ്രധാനമന്ത്രി ഋഷി സുനക്കുമായും യുകെ സ്റ്റേറ്റ് സെക്രട്ടറി ഡേവിഡ് കാമറൂണുമായും ശ്രീ രാജ്നാഥ് സിംഗ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വ്യവസായ പ്രമുഖരുമായും ലണ്ടനിലെ ഇന്ത്യൻ സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി ആശയവിനിമയം നടത്തും. പുതിയ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവം മൂലമുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാൻ നാം തയ്യാറാകണമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ 55ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാജ വാർത്തകൾ, പെയ്ഡ് വാർത്തകൾ, ഡീപ് ഫേക്ക് എന്നിവയിൽ ശ്രീ കോവിന്ദ് ആശങ്ക രേഖപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ വിശ്വസനീയമായ വിവരങ്ങൾ നൽകാനുള്ള വലിയ ഉത്തരവാദിത്തം വളർന്നുവരുന്ന മാധ്യമപ്രവർത്തകർക്കുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സാധാരണക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര പദ്ധതി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദലാജെ. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം വർക്കല ചെറുങ്ങിയൂരിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പദ്ധതി ആനുകൂല്യങ്ങൾ അർഹതയുള്ളവർക്ക് ലഭിക്കുന്നു എന്നത് വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ വീണ്ടും ഉറപ്പിക്കുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾക്ക് പ്രചാരം നൽകുന്നത് ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. യാത്ര ഇന്ന് രാവിലെ കണ്ണൂർ ന്യൂമാഹി പഞ്ചായത്തിലെത്തി. ഉച്ചയ്ക്ക് ശേഷം അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ മുഴപ്പാലയിൽ യാത്ര എത്തിച്ചേരും. മലപ്പുറത്ത് ഇന്ന് രാവിലെ തിരൂർ ബ്ലോക്കിലെ വളവന്നൂരിൽ പരിപാടി സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് തിരുനാവായിലാണ് യാത്ര എത്തുക. കോഴിക്കോട് ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ പര്യടനം ഇന്ന് സമാപിക്കും. വേളം ഗ്രാമപഞ്ചായത്തിൽ ഉച്ചതിരിഞ്ഞ് യാത്രയുടെ സമാപന സമ്മേളനം നടക്കും. മരുതങ്കര പഞ്ചായത്തിലും പൊതുസമ്മേളനമുണ്ട്. ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ യാത്ര തുടരും. കോഴിക്കോട് കോർപ്പറേഷനിലെ വെസ്റ്റ് ഹില്ലിലും നടക്കാവിലുമാണ് ഇന്നത്തെ പര്യടനം. എറണാകുളം ജില്ലയിൽ രാവിലെ നെടുമ്പാശ്ശേരിയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി പരിപാടികൾ നടന്നു. ഉച്ചകഴിഞ്ഞ് പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലും പരിപാടി നടക്കും. ഇടുക്കിയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെത്തി. ആലപ്പുഴ ജില്ലയിൽ യാത്ര 50 ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. ഇന്ന് പുന്നപ്ര തെക്ക്, പുന്നപ്ര വടക്ക് പഞ്ചായത്തുകളിലാണ് പര്യടനം. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്, ശ്രീകണ്ഠേശ്വരം എന്നിവിടങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്നെത്തും. കൊല്ലം ജില്ലയിൽ യാത്രയുടെ ഗ്രാമപര്യടനം പൂർത്തിയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും ARNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തൊടുപുഴ
തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ കണ്ണൂരിൽ നിന്ന് എൻഐഎ പിടികൂടി. സംഭവത്തിന് ശേഷം കഴിഞ്ഞ 13 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ ഇന്നലെയാണ് മട്ടന്നൂരിൽ വെച്ച് എൻഐഎ പിടികൂടിയത്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് സംഘടനയിലെ അംഗമായിരുന്ന സവാദിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പ്രതിയെ പിടികൂടിയതിൽ പൌരൻ എന്ന നിലയിൽ അഭിമാനമുണ്ടെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു. കൃത്യത്തിൽ പങ്കെടുത്തവർ മാത്രമാണ് പിടിയിലായതെന്നും ആക്രമിക്കാൻ നിർദ്ദേശിച്ചവരിലേക്ക് നിയമ സംവിധാനങ്ങൾക്ക് എത്താനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്ന് മുതൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ തീർത്ഥാടകർ ക്യൂ നിൽക്കുന്നത് 15ലധികം മണിക്കൂർ. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ 15ലധികം മണിക്കൂർ ക്യൂ നിന്നാണ് അയ്യപ്പന്മാർ ദർശനം നടത്തുന്നത്. മണിക്കൂറിൽ 4400 പേർ പടി ചവിട്ടുന്നുണ്ട്. 14-ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി 50,000-ആയും മകരവിളക്ക് ദിനത്തിൽ 40,000-ആയും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനം. മകരമാസ പൂജയ്ക്കായി ജനുവരി 16 മുതൽ 20 വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നീറ്റ് പിജി പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. മാർച്ച് 3-ന് നടത്താനിരുന്ന പരീക്ഷ ജൂലൈ 7-ലേക്കാണ് മാറ്റിവെച്ചത്. ദേശീയ മെഡിക്കൽ പരീക്ഷാ ബോർഡാണ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയത്. അതേസമയം ദേശീയതല മെഡിക്കൽ പരീക്ഷയായ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് 2025 മുതൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ മെഡിക്കൽ ലൈസൻസിംഗും പ്രവേശനവും കാര്യക്ഷമമാക്കാനാണ് നെക്സ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. നെക്സ്റ്റ് പ്രവർത്തനക്ഷമമാകുന്നതുവരെ MD, MS, PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായുള്ള ഏക പ്രവേശന പരീക്ഷയാണ് നീറ്റ് പിജി. പശ്ചിമ ബംഗാളിൽ ഇന്നും നാളെയുമായി നടക്കുന്ന സാഗർ പരിക്രമ 12ാം ഘട്ട പരിപാടിയിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല പങ്കെടുക്കുന്നു. പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും ഫിഷറീസ് സംരംഭകർക്കും മന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ നൽകും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന ഉൾപ്പെടെ വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുമായി സംവദിക്കും. സാഗർ പരിക്രമയിൽ പങ്കെടുക്കുന്നതിനായി കൊൽക്കത്തയിലെത്തിയ കേന്ദ്രമന്ത്രി പൂർബ മേദിനിപൂരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ന് ലോക ഹിന്ദി ദിനം. 1975-ൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന ആദ്യ ലോക ഹിന്ദി സമ്മേളനത്തിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജനുവരി 10-ന് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ആഗോളതലത്തിൽ ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ക്വാലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ മത്സരത്തിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2ാം റൌണ്ടിൽ കടന്നു. ഇന്നലെ നടന്ന പോരാട്ടത്തിൽ ലോക 5ാം നമ്പർ താരം ഇന്തോനേഷ്യയുടെ ജൊനാഥൻ ക്രിസ്റ്റിയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. പ്രീ ക്വാർട്ടറിൽ മുൻ ലോക 1ാം നമ്പർ താരം ഹോങ്കോങ്ങിന്റെ എൻജി കലോങ് ആംഗസ് ആണ് ശ്രീകാന്തിന്റെ എതിരാളി. ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ വെങ്ഹോങ് യാങ്ങുമായും പ്രണോയ് HS ആൻഡൺ ആൻഡേഴ്സണുമായും ഏറ്റുമുട്ടും. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഷില്ലോങ്ങിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഭുവനേശ്വർ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഭൂട്ടാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെയുടെ പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി ഭരണത്തിലേക്ക്. 47 സീറ്റുകളിൽ 30 സീറ്റുകൾ പിടിച്ചടക്കിയാണ് PDP അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. 58-കാരനായ ടോബ്ഗെ തന്നെ പ്രധാനമന്ത്രി പദത്തിലെത്തുമെന്നാണ് സൂചന. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ മാനുഷിക സഹായങ്ങൾ വിതരണം ചെയ്യുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇന്ത്യ ശ്രദ്ധ പതിപ്പിച്ചു വരുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാംബോജ്. ഇസ്രായേൽ പലസ്തീൻ നേതാക്കളുമായി ഇന്ത്യ നിരന്തരം സമ്പർക്കം പുലർത്തുന്നതായും UN പൊതുസഭയിൽ അവർ അറിയിച്ചു. സംഘർഷത്തിലുണ്ടാവുന്ന ജീവഹാനിയെ ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ശ്രീമതി രുചിര മേഖലയെ സാധാരണ നിലയിലാക്കാനും ഗാസയിൽ മാനുഷിക സഹായം നൽകാനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളും ചൂണ്ടിക്കാട്ടി. തെക്കൻ ചെങ്കടലിന് മുകളിലായി യമനിലെ ഹൂതി വിമതർ പ്രയോഗിച്ച 18 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അമേരിക്കൻ സായുധ സേന സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ 7 ആഴ്ചയ്ക്കിടെ അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ ഹൂതി സംഘം നടത്തിയ 26ാമത്തെ ആക്രമണമാണിത്. അതോടൊപ്പം 2 കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളും 1 ബാലിസ്റ്റിക് മിസൈലും നശിപ്പിച്ചതായും സെൻകോം അറിയിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിനഗറിൽ നിർവഹിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് UK പ്രതിരോധ മന്ത്രി ഗ്രാൻഡ് ഷാപ്സുമായി ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ UK പ്രതിരോധ സഹകരണം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കേന്ദ്ര പദ്ധതികൾ ലഭ്യമാക്കുന്നതിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലാജെ. തിരുവനന്തപുരത്ത് നടന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ 1ാം പ്രതി കണ്ണൂരിൽ പിടിയിൽ. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ മത്സരത്തിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2ാം റൌണ്ടിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.